ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ഉണക്കച്ചെമ്മീനും മുരിങ്ങയ്ക്ക് മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ വൃത്തിയായിട്ടൊക്കെ കഴുകിയെടുത്ത് ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് വറുത്ത് തലയും വാലും കളഞ്ഞതാണ്. മുരിങ്ങയ്ക്കയും കട്ട് ചെയ്ത് വെച്ചു, മാങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീനും മുരിങ്ങയ്ക്കും ഞാൻ മാങ്ങയും എല്ലാം കൂടിയിട്ടുണ്ട്. മാങ്ങ നല്ല ഫ്രഷുമാണ്, നല്ല തിക്കുമാണ്. അപ്പോൾ ഒരുമിച്ചാണ് ഇടുന്നത്. 2 പച്ചമുളകും പിന്നെ ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരയ്ക്കാനായിട്ട് മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അരയ്ക്കാനായിട്ട് നാളികേരം, 3 ചെറിയ ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. ഇതാ വൃത്തിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുമുണ്ട്. അപ്പോൾ പിന്നെ പാകത്തിനുള്ള പുളിയും ഈ കറിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കഷ്ണയ്ക്ക് വെന്തിട്ടുണ്ട്. അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് മിക്സി പാത്രവും കഴുകി ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷം ഒരു 5 മിനിറ്റ് വീണ്ടും ഈ അരപ്പിൽ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേനും നമ്മുടെ അരപ്പെല്ലാം ഈ മീനിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റും വരും. കണ്ടില്ലേ, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ കരിവേപ്പിലയും അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ഉണക്കച്ചെമ്മീനും മുരിങ്ങയ്ക്കയും മാങ്ങയുടെയും കറിയും കൂടിയിട്ടാണ് ഇവിടെ ഉച്ച ഊണിന് റെഡിയായിരിക്കണേ. ഇത് മാത്രം മതി, നമുക്ക് വേറൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും.